പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ ടു ടൈൽഡ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ഫ്രം എക്സ്പീരിയൻസ് ദാറ്റ് ദ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഓഫ് എ പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ത്രെഡ് ഈസ് 275.6 gram with a standard deviation of 39.7 gram. Recently, a sample of 36 pieces of thread showed a mean breaking strength of 253.32 gram. Can one conclude that the thread has become inferior at a 5% level of significance? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 275.6 gram ആണ്. അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 39.7 gram ആണ്. ഇങ്ങനെയുള്ള ആ ഒരു ത്രെഡിന്റെ 36 പീസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 253.32 gram ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത് ക്യാൻ വൺ കൺക്ലൂഡഡ് ദാറ്റ് ദ ത്രെഡ് ഹാസ് ബിക്കം ഇൻഫീരിയർ, അതായത് ആ ത്രെഡിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് കുറവാവാനുള്ള 275.6 ഇൻഫീരിയർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്? ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ കംപ്ലീറ്റ് ത്രെഡ് എടുക്കുന്ന സമയത്ത് അതിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് 275.6 gram എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ പോപ്പുലേഷന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണ് തന്നിട്ടുള്ളത് 75.6 എന്ന്. ഇനി അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ ഈസ് ഈക്വൽ ടു 39.7. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 36 പീസ് ഓഫ് ത്രെഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ സാമ്പിൾ സൈസ് എത്രയാണ്? 36 ആണ്. ഇങ്ങനെ 36 പീസ് ഓഫ് ത്രെഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സാമ്പിളിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണ് 253.32. സോ സാമ്പിൾ മീൻ എത്രയാണ് തന്നിട്ടുള്ളത്? 253.32 gram ആണ്. ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എത്ര തന്നിട്ടുള്ളത്? ആൽഫ ഇസ് ഈക്വൽ ടു 5%. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പിൾ സൈസ് n ഇസ് ഈക്വൽ ടു 36 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 30 ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന സമയത്ത് എങ്ങനെയാണ് പോപ്പുലേഷൻ മീനിന്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാന്നുള്ള സ്റ്റെപ്പ് നമുക്കറിയാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ഡിഫൈൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള എന്താണ്? മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത്, ആ ത്രെഡിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് 275.6 ഇൻഫീരിയർ ആണോ എന്നാ ചോദിച്ചത്. ദാറ്റ് മീൻസ് ന്യൂ ലെസ് ദാൻ 275.6. ഈ ഒരു കാര്യമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ വരിക? മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 275.6 ആയിരിക്കും. നമ്മൾ എപ്പോഴും നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് അത് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഈക്വൽ ടു സൈൻ വരുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിനാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനാണ് അല്ലെ? അപ്പൊ നമ്മള് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കേണ്ട ഇതാണ്. ഇവിടെ ഈ ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളെ മ്യൂ ഈക്വൽ ടു 275.6 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഈ ഈക്വൽ ടു സൈൻ ഇല്ലാത്ത ആളെ നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുക. ആരാണ്? മ്യൂ ലെസ് ദാൻ 275.6. ഇങ്ങനെ വേണം നമ്മൾ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ലെഫ്റ്റ് ടൈലായാലും റൈറ്റ് ടൈലായാലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തണം. സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ ഇവിടെ നമുക്ക് പോപ്പുലേഷന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇക്വേഷന്റെ വരിക സിഗ്മ ബൈ റൂട്ട് n. സിഗ്മ എത്രയാണ്? 39.7 ആണ്. n എത്രയാണ്? 36 ആണ്. റൂട്ട് 36 വരും. ഇനി ഈ കിട്ടിയ കാര്യങ്ങളൊക്കെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ 253.32 മൈനസ് മ്യൂ നോട്ട് 275.6 divided by standard error 39.7 divided by root 36, which is equal to approximately minus 3.367 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ സെഡിന്റെ വാല്യൂ കണ്ടെത്തി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആൽഫ കണ്ടെത്തുക. ആൽഫ എത്ര തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? 5% ആണ്.
ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ വാല്യൂവിൽ നിന്ന് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടെത്താം. ഇവിടെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ന്യൂ ലെസ് ദാൻ 275.6 ആണ്. അപ്പൊ ഇത് ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ് അല്ലെ, ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെയാണ് കണ്ടെത്തേണ്ടത്? സെഡ് ആൽഫയാണ് കണ്ടെത്തേണ്ടത്. സെഡ് ആൽഫ എന്താ വരിക? സെഡ് ആൽഫ ഇസ് ഈക്വൽ ടു 1.645 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് കൺക്ലൂഷൻ ആണ്. നമുക്കറിയാം ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റിൽ കൺക്ലൂഷൻ എങ്ങനെയാ വരിക? മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇതല്ലേ കൺക്ലൂഷൻ വരിക. ഇനി ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. മോഡ് സെഡ് എന്താ വരിക? മോഡ്ലെസ് ഓഫ് -3.367 വിച്ച് ഇസ് ഈക്വൽ ടു 3.367 അല്ലെ. മോഡ് സെഡും സെഡ് ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫയാണ്. ദാറ്റ് മീൻസ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയാം? എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ്. ഇവിടെ എച്ച് നോട്ട് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആ ഒരു ത്രെഡിന്റെ മീൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 275.6 ആവില്ല എന്നതാണ് മീനിങ്. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? എച്ച് നോട്ട് ഫോൾസ് ആണ്, എച്ച് നോട്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് H1നെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the thread has become inferior. Next question. Experience has shown that the scores obtained in a particular test are normally distributed with a mean score 70 and variance 36. When the test is taken by a random sample of 36 students, the mean score is 68.5. Is there sufficient evidence at a 5% level that these students have not performed as expected? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടെസ്റ്റിന്റെ സ്കോർസ് എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീൻ എന്ന് പറയുന്നത് 70യും വേരിയൻസ് 36ഉം ആണ്. അങ്ങനെയാണെങ്കിൽ 36 സ്റ്റുഡൻസിന്റെ സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് ആ സ്റ്റുഡൻസിൽ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് മീൻ സ്കോർ ലഭിച്ചത് 68.5 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈസ് ദ സഫിഷ്യന്റ് എവിഡൻസ് അറ്റ് 5% ലെവൽ ദാറ്റ് ദീസ് സ്റ്റുഡൻസ് ഹാവ് നോട്ട് പെർഫോംഡ് ആസ് എക്സ്പെക്റ്റഡ്. അതായത് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് സ്റ്റുഡൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പെർഫോം ചെയ്യാത്തതിന്റെ സഫിഷ്യന്റ് എവിഡൻസ് കണ്ടെത്താൻ പറ്റുമോ 5% ലെവലിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതും. ഒരു പർട്ടിക്കുലർ ടെസ്റ്റിന്റെ സ്കോർസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിന്റെ മീൻ എത്രയാണ്? 70യും വേരിയൻസ് 36ഉം ആണ് തന്നിട്ടുള്ളത്. സോ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞത് കാരണം അവിടെ തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ ആണ്. ന്യൂ നോട്ട് എന്ന് പറയുന്നത് 70യും പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 36ഉം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു 36 സ്റ്റുഡൻസിന്റെ സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ സാമ്പിൾ സൈസ് n is equal to 36 ആണ്. 36 സ്റ്റുഡൻസിന്റെ സാമ്പിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിൽ നമുക്ക് മീൻ സ്കോർ ലഭിക്കുന്ന എത്രയാണ്? 68.5. സോ സാമ്പിൾ മീൻ ആണ് 68.5 ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? ആൽഫ ഇസ് ഈക്വൽ ടു 5% ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം n എത്രയാണ്? 36 ഗ്രേറ്റർ ദാൻ 30 ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമുക്കറിയാം അല്ലെ. ഇപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എച്ച് നോട്ടും H1ഉം ഡിഫൈൻ ചെയ്യണം. ഇതല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെയാ എച്ച് നോട്ടും H1ഉം നമ്മൾ ഡിഫൈൻ ചെയ്യാം? ഇവിടെ നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പെർഫോം ചെയ്യാത്തതിന്റെ എവിഡൻസ് ഉണ്ടോ എന്നാണ്. സോ സ്റ്റുഡൻസിന്റെ മീൻ സ്കോർ 70 ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവാണ് അവർ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? അവരുടെ മീൻ സ്കോർ 70യേക്കാൾ കുറവാണ് എന്നാണ് മീനിങ്. സോ നമുക്ക് ന്യൂ ലെസ് ദാൻ 70 എന്നുള്ള ഈ കണ്ടീഷനാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ വരിക? ന്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നൾ ഹൈപ്പോത്തസിസ് വരുന്ന സമയത്ത് ഈക്വൽ ടു സൈൻ വരുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് ഒഴിവാക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ന്യൂ ഈക്വൽ ടു 70 കിട്ടും. അപ്പൊ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിട്ട് എടുക്കുക? ഈക്വൽ ടു സൈൻ വരാത്ത സ്റ്റേറ്റ്മെന്റ് ന്യൂ ലെസ് ദാൻ 70. സോ നമ്മൾ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്?
Z കണ്ടെത്തണം. Z is equal to എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. എക്സ് ബാർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മ്യൂ നോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തണം അല്ലെ. എങ്ങനെയാ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താം? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് പോപ്പുലേഷന്റെ വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് കണ്ടെത്താം? സിഗ്മ കണ്ടെത്തിക്കൂടെ? സിഗ്മ ഈസ് ഈക്വൽ ടു √36 വിച്ച് ഇസ് ഈക്വൽ ടു 6. സിഗ്മ അപ്പോൾ 6 ആണ്, n എത്രയാണ്? 36 ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ ഇക്വേഷൻ എന്താ? സിഗ്മ ബൈ √10 വിച്ച് ഇസ് ഈക്വൽ ടു 6 ബൈ √36 എന്ന് വരും. ഓക്കെ, നമുക്കത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാറിന് ക്വസ്റ്റ്യൻ ആരെ കൊടുക്കാം? 68.5 മൈനസ് മ്യൂ നോട്ട് ആരാണ്? 70 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 6 ബൈ √36 വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി -1.5 ഇതായിരിക്കും കിട്ടുക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ കണ്ടെത്തണം. ആൽഫ ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുള്ളത്? 5%. ഇനി ഇവിടെ നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ലെസ് ദാൻ 70 ആണ്. ഇത് എന്ത് ടെസ്റ്റ് ആണ്? ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണ് അല്ലെ. അപ്പോ ഫോർത്ത് സ്റ്റെപ്പ് ടേബിൾ വാല്യൂ കണ്ടെത്താണ്. ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് ആയത് കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സെഡ് ആൽഫയാണ് കണ്ടെത്തേണ്ടത്. ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആൽഫ എന്താണ്? 1.645 ആണ്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ ആണ്. നമുക്കറിയാം മോഡ് സെറ്റ് ലെസ് ദാൻ, ഇവിടെ ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം? മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ആണെങ്കിൽ നമുക്ക് ആരെ അക്സെപ്റ്റ് ചെയ്യാം? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. മോഡ് സെറ്റ് ഇസ് ഈക്വൽ എന്ത് വരും? മോഡ്ലെസ് ഓഫ് -1.5 ഇസ് ഈക്വൽ ടു 1.5. ഈ മോഡ് സെറ്റും സെഡ് ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോഡ് സെറ്റ് ലെസ് ദാൻ സെഡ് ആൽഫയാണ്. 1.5 1.645 ചെറുതാണ്. സോ ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എച്ച് നോട്ട് അക്സെപ്റ്റഡ്. എച്ച് നോട്ട് എന്താണ്? അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മുടെ മീൻ സ്കോർ 70 തന്നെയാണ്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് കൺക്ലൂഷൻ. സ്റ്റുഡൻസ് പെർഫോംഡ് ആസ് എക്സ്പെക്റ്റഡ്. ഇതായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An insurance agent has claimed that the average age of policyholders who insure through him is less than the average age for all agents, which is 30.5 years. A random sample of 100 policyholders who insure through him reveals that the mean and standard deviation are 28.5 years and 6.35 years respectively. Test this claim at a 5% level of significance. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ഇൻഷുറൻസ് ഏജന്റ് പറയാണ് അദ്ദേഹത്തിന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് മറ്റ് ഇൻഷുറൻസ് ഏജൻസിന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജിനേക്കാൾ കുറവാണ്. മറ്റ് പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് ഇവിടെ തന്നിട്ടുള്ളത് 30.5 ആണ്. സോ 30.5 ഇയേഴ്സിനേക്കാൾ കുറവാണ് ഇൻഷുറൻസ് ഏജന്റിന്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വ്യക്തിയുടെ പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള 100 പോളിസി ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മീൻ ഏജ് എന്ന് പറയുന്നത് 28.5 ഇയേഴ്സും സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 6.35 ഇയേഴ്സും ആണ്. സോ ഇത്രയും ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻഷുറൻസ് ഏജന്റിന്റെ ക്ലെയിം 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിട്ടുള്ള ഈ 30.5 ഇയേഴ്സ് എന്ന് പറയുന്നത് പോളിസി ഹോൾഡേഴ്സിന്റെ എല്ലാം ആവറേജ് ഏജ് ആണ്. സോ അവിടെ തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ ആണ്. മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 30.5 ആണ്. ഇനി നമ്മൾ 100 പോളിസി ഹോൾഡേഴ്സിന്റെ സാമ്പിൾ കൺസിഡർ ചെയ്തു. സോ സാമ്പിൾ സൈസ് എന്താണ്? n ഈസ് ഈക്വൽ ടു 100 ആണ്. ഇനി ഈ സാമ്പിളിന്റെ മീൻ എത്രയാണ് തന്നിട്ടുള്ളത്? 28.5. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 28.5 ആണ്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എസ് ആണ് തന്നിട്ടുള്ളത് 6.35. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? 5%. സോ ആൽഫ ഈസ് ഈക്വൽ ടു 5%. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലെയിം ടെസ്റ്റ് ചെയ്യണം അല്ലെ. ഇവിടെ സാമ്പിൾ സൈസ് നോക്കൂ, 100 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 30 ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ പോപ്പുലേഷൻ മീനിന്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എച്ച് നോട്ടും H1ഉം ഡിഫൈൻ ചെയ്യണം അല്ലെ. എങ്ങനെയാ എച്ച് നോട്ടും H1ഉം ഡിഫൈൻ ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് an insurance agent has claimed that the average age of policyholders
who insure through him is less than the average age for all agents, which is 30.5 years. അപ്പൊ ലെസ് ദാൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ മീൻ എന്ന് പറയുന്നത് മറ്റുള്ള പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് 13.5 കുറവായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ക്ലെയിം മ്യൂ ലെസ് ദാൻ 30.5 എന്നാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30.5 അല്ലെ? സോ ഈക്വൽ ടു സൈൻ വരുന്നത് എവിടെയാണ്? ഈക്വൽ ടു സൈൻ വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ്. സോ നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സെന്റൻസ് നമ്മുടെ എച്ച് നോട്ട് ഞങ്ങൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കാം. മ്യൂ ഈക്വൽ ടു 30.5. സോ നമ്മുടെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് H1 എന്തായിരിക്കും? അപ്പോൾ മ്യൂ ലെസ് ദാൻ 30.5. ഈ രീതിയിലാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ Z കണ്ടെത്തണം. Z is equal to x bar minus mu naught divided by സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടെത്താം? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സാമ്പിൾ സൈസും കൊണ്ട് തന്നിട്ടുള്ളത്. സോ എസ് ബൈ റൂട്ട് n ആണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ. എസ് എത്രയാണ്? 6.35 ബൈ റൂട്ട് n. n എന്ന് പറയുന്നത് 100 ആണ്. സോ റൂട്ട് 100 വരും. ഇനി നമുക്ക് ഇക്വേഷനിലെല്ലാം ഇൻപുട്ട് ചെയ്താൽ പോലെ എക്സ് ബാർ എന്താണ്? 28.5 മൈനസ് മ്യൂ നോട്ട് എന്താണ്? 30.5 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ 6.35 ഡിവൈഡഡ് ബൈ റൂട്ട് 100 വിച്ച് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി -2.68 എന്നായിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ സെഡിന്റെ വാല്യൂ കണ്ടെത്തി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ക്വസ്റ്റ്യനിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് തന്നിട്ടുള്ളത്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടെത്തണം. ഇവിടെ നമ്മുടെ ടെസ്റ്റ് എന്താണ്? ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണ് അല്ലെ? ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റിൽ നമ്മൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെയാണ് കണ്ടെത്തുക? സെഡ് ആൽഫയാണ് കണ്ടെത്തുക. എന്താണ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ സെഡ് ആൽഫയുടെ വാല്യൂ വരുന്നത്? 1.645 ആണ് അല്ലെ? ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? കൺക്ലൂഷൻ ആണ്. എന്താണ്? നമ്മൾ ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റിൽ എങ്ങനെയാണ് കൺക്ലൂഷൻ വരിക? മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. മോഡ് സെഡ് എന്താ വരിക? മോഡുലസ് ഓഫ് -2.68. മോഡുലസ് ഓഫ് -2.68 എന്ന് പറയുമ്പോൾ 2.68 വരും. 2.68ഉം സെഡ് ആൽഫയും 1.645 തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫയാണ്. സോ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കാരണം നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ് എന്ന് പറയാം. എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? എച്ച് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഈക്വൽ ടു 30.5 എന്നായിരുന്നു. അപ്പോൾ എച്ച് നോട്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ H1നെയാണ് അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ആ ഏജന്റ്, ഇൻഷുറൻസ് ഏജന്റ് പറഞ്ഞ ക്ലെയിം എന്താണ്? കറക്റ്റ് ആണ്. മറ്റുള്ള പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30.5 ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ ആവറേജ് ഏജ് 30.5 കുറവാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്ലെയിം എന്താണ്? കറക്റ്റ് ആണ് എന്നാണ് നമുക്ക് കൺക്ലൂഷൻ കിട്ടുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദ ക്ലെയിം ഈസ് വാലിഡ് എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി മാനുഫാക്ചറിംഗ് ടയേഴ്സ് claims that its Dulux tire averages at least 50,000 miles it need to be replaced. From past studies of this tire, the standard deviation is known to be 8,000. A survey of owners of that tire's design is conducted. From the 38 tires surveyed, the mean lifespan was 46,500 miles with a standard deviation of 9,800 miles. Using 5% level of significance, test whether the data is highly inconsistent with their claim. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ടയർ മാനുഫാക്ചറിംഗ് കമ്പനി ക്ലെയിം ചെയ്യാണ് അവരുടെ ഡ്യൂലക്സ് ടയറിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 50,000 മൈൽസ് ആണെന്നാണ്. ഓക്കെ, ഇതിൽ നടത്തിയ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എന്ത് കിട്ടി? 8,000 ആണെന്ന് കിട്ടി. സോ ഇങ്ങനെയുള്ള ഡ്യൂലക്സ് ടയേഴ്സിന്റെ ഓണേഴ്സ് ഒരു സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. സോ 38 ടയേഴ്സിൽ നടത്തിയ സർവേയിൽ അവർക്ക് മീൻ ലൈഫ് സ്പാൻ കിട്ടിയത് 46,500 മൈൽസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയത് 9,800 മൈൽസും ആണ്. സോ ഈ മാനുഫാക്ചറിംഗ് കമ്പനി പറഞ്ഞ ക്ലെയിം 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. കമ്പനി പറയുന്നത് എന്താണ്? അവരുടെ ഡ്യൂലക്സ് ടയേഴ്സിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 50,000 മൈൽസ് ആവും എന്നാണ്. സോ അവിടെ പോപ്പുലേഷൻ മീൻ ആണ് തന്നിട്ടുള്ളത്. മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 50,000 മൈൽസ് എന്നാണ് തന്നിട്ടുള്ളത്.
അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? ആ ഒരു ടയേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8000. സോ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത് 8000. ഓക്കെ. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഈ ടയേഴ്സിന്റെ ഓണേഴ്സ് ഒരു സർവേ നടത്തുകയാണ്. 38 ടയേഴ്സിലാണ് അവര് സർവേ നടത്തുന്നത്. സോ സാമ്പിൾ സൈസ് n is equal to എന്താണ്? 38 ആണ്. ഈ 38 ടയേഴ്സിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മീൻ ലൈഫ് സ്പാൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 46,500. സോ സാമ്പിളിന്റെ മീൻ എക്സ്പാർ എത്രയാണ്? 46,500 മൈൽസ് ആണ്. കൂടാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 9,800 മൈൽസ്. സോ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് S is equal to 9,800 മൈൽസ് എന്ന് കിട്ടി. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? 5%. സോ ആൽഫ ഈസ് ഈക്വൽ ടു 5%. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സാമ്പിൾ സൈസ് നോക്കൂ. n is equal to 38 ആണ്, വിച്ച് is greater than 30 ആണ്. നമുക്ക് അപ്പോൾ എങ്ങനെയാണ് പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്തേണ്ടതെന്ന് അറിയാം. അതിന്റെ സ്റ്റെപ്പ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? H0 ഉം H1 ഉം ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ H0 H1 ഡിഫൈൻ ചെയ്യാം? ഇവിടെ ടയർ മാനുഫാക്ചറിങ് കമ്പനി പറയുന്നത് എന്താണ്? അവരുടെ ഡ്യൂലക്സ് ടയേഴ്സിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 50,000 മൈൽസ് എന്നാണ്. സോ അവർ പറയുന്നത് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം? മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50,000 എന്നാണ് അവർ പറയുന്നത്, അല്ലെ? അവരുടെ ടയേഴ്സിന്റെ മീൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50,000-നേക്കാൾ കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? മ്യൂ ലെസ് ദാൻ 50,000 എന്നുള്ളതായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും ചൂസ് ചെയ്യുക? ഈക്വൽ ടു സൈൻ എവിടെയാണ് വരുന്നത്? ഇത്. സോ ഈക്വൽ ടു സൈൻ വരുന്നതിൽ ഈ ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതും നമ്മള്. മ്യൂ ഈക്വൽ ടു 50,000 എന്നുള്ളതായിരിക്കും നമ്മുടെ എന്ത് നൾ ഹൈപ്പോത്തസിസ് വരിക. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അപ്പൊ എന്തായിരിക്കും? മ്യൂ ലെസ് ദാൻ 50,000. മ്യൂ ലെസ് ദാൻ 50,000 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരിക. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? Z കണ്ടെത്തണം. Z is equal to x bar minus mu naught divided by standard error എന്നാണ്, അല്ലെ? എക്സ് ബാർ ക്വസ്റ്റ്യൻ ഉണ്ട്, മ്യൂ നോട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തണം. എങ്ങനെയാ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തുക? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ സിഗ്മയും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്. സിഗ്മ തരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തുക? സിഗ്മ ബൈ റൂട്ട് n എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സിഗ്മ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എസിനെ പരിഗണിക്കേണ്ടതുള്ളൂ. സോ സിഗ്മ ബൈ റൂട്ട് n എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. 8,000 ഡിവൈഡഡ് ബൈ റൂട്ട് n എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 38 എന്ന് വരും. സോ ഈ കാര്യങ്ങളൊക്കെ ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്യാം. എക്സ് ബാർ എന്താണ്? 46,500 മൈനസ് മ്യൂ നോട്ട് 50,000 ഡിവൈഡഡ് ബൈ 8,000 ബൈ റൂട്ട് 38 എന്ന് വരും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി -2.70 എന്നായിരിക്കും കിട്ടുക. സോ സെഡിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ കണ്ടെത്തുക. ആൽഫ എന്താണ്? ആൽഫ 5% ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ് തന്നിട്ടുള്ളത്. ഫോർത്ത് സ്റ്റെപ്പ് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂ കണ്ടെത്തണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏത് ടെസ്റ്റ് ആണ്? ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെയാണ് കണ്ടെത്തേണ്ടത്? സെഡ് ആൽഫയാണ് കണ്ടെത്തേണ്ടത്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആൽഫയുടെ വാല്യൂ എന്താണ്? 1.645. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? കൺക്ലൂഷൻ. എങ്ങനെയാണ്? ലെഫ്റ്റ് ടൈലിൽ നമ്മൾ എങ്ങനെയാ കൺക്ലൂഡ് ചെയ്യുക? മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ആണെങ്കിൽ നമുക്ക് H നോട്ടിന് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. ഇതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. സോ നമുക്ക് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. മോഡ് Z എന്താ വരിക? മോഡുലസ് ഓഫ് -2.70 വിച്ച് ഇസ് ഈക്വൽ ടു 2.70 എന്ന് വരും. 2.70യും 1.645 തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2.70 ഗ്രേറ്റർ ദാൻ 1.645 ആണ്. സോ നമുക്ക് മോഡ് Z ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ എന്ന് പറയാം. സോ ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്താ പറയാം? എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ് എന്ന് പറയാം. എച്ച് നോട്ടിന് എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് എന്താ? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് തെറ്റാണെന്നാണ് മീനിങ്. സോ നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും ശരി. ഡ്യൂലക്സ് ടയേഴ്സിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50,000 മൈൽസിനേക്കാൾ കുറവാണെന്നാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ ആ കമ്പനിയുടെ ക്ലെയിം എന്താണ്? തെറ്റാണ്. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ക്ലെയിം എന്തല്ല? വാലിഡ് അല്ല. ക്ലെയിം ഈസ് നോട്ട് വാലിഡ്. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ നമ്മൾ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ടൈൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാം.